ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്സ് മുഴുവൻ ചെറിയ ചെറിയ ടോപ്പിക്സാണ്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയില്ല. എന്നാൽ ഷോർട്ടേഴ്സെയും എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക് നോക്കാം. അതിനുശേഷം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് ദി ബുക്ക് കെപ്റ്റ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക്. അതായത് ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അത് മേ ബി ഡയറി ആയിരിക്കാം അല്ലെങ്കിൽ രജിസ്റ്റർ ആയിരിക്കാം. ഓക്കെ, ആ ഒരു ബുക്കിനാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ദിസ് ബുക്ക് ഈസ് പോപ്പുലർലി നോൺ ആസ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വാട്ട് ഈസ് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നും ചോദിക്കാം, അതുപോലെ തന്നെ വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നും ചോദിക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇറ്റ് ആക്ട് ആസ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓഡിറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്കൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ഗൈഡ് ഫോർ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് സബ്സീക്വൻറ്റ് ഓഡിറ്റ്. സബ്സീക്വൻറ്റ് ഓഡിറ്റിന് ഓഡിറ്റ് ക്ലർക്കിന് ഒരു ഗൈഡായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് എ ടൂൾ ടു മെഷർ ദി എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. അതായത് ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിനുള്ളൊരു ടൂളായിട്ടും നമുക്ക് ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിനെ കണക്കാക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 4 പോയിൻറ്റ് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇറ്റ് മേ ക്രിയേറ്റ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദി ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫും ക്ലയൻറ്റ് സ്റ്റാഫും തമ്മിൽ അവരുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മേ ബി ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് ആയേക്കാം. പിന്നെ ഇഫ് ദ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് നോട്ട് പ്രോപ്പർലി ആൻഡ് കെയർഫുള്ളി പ്രിപ്പയർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് എഗെയിൻസ്റ്റ് ദ ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസ്. പിന്നെ ഇറ്റ് ഡെവലപ്പ് എ ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി ഓഡിറ്റ് സ്റ്റാഫ്. അതായത് ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഇടയിൽ അവരുടെ മൈൻഡിൽ ഒരു ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് മേ ബി കാരണമായേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേർപ്പസ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് എന്താണെന്നുള്ളതാണ്. ഇതും ഇതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം കേട്ടോ. അതായത് ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് ഓഡിറ്റ് the auditor will be having a number of detailed documents, statement, notes, minutes and other valuable information pertaining to the accounts which are under audit. അതായത് ഒരു ഓഡിറ്റ് നടത്തുന്ന ആ ഒരു സമയത്ത് ഓഡിറ്ററുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദസ് പേപ്പേഴ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്രിസർവ്ഡ് കെയർഫുള്ളി. അപ്പോൾ ഇത്തരത്തിലുള്ള പേപ്പേഴ്സ്, അതായത് ഓഡിറ്റ് നടക്കുമ്പോൾ ഓഡിറ്ററുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും സ്റ്റേറ്റ്മെൻറ്റും നോട്ട്സും മിനിറ്റ്സൊക്കെ ആ പേപ്പേഴ്സൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കണം. ദസ് പേപ്പേഴ്സ് ആർ പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പേപ്പേഴ്സാണ് ആ ഒരു ഓഡിറ്ററുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദ ഓഡിറ്റർ വാണ്ട്സ് ടു റെഫർ to them later on during the course of his audit. Thus files are called audit working purpose. അതായത് ഇങ്ങനൊരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പേപ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബ്രാക്കറ്റിലിട്ട സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഉണ്ടല്ലോ ബ്രാക്കറ്റ്, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. നമുക്ക് കയ്യിൽ നിന്നെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ കണ്ടൻറ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു വർക്കിംഗ് പേപ്പേഴ്സിൽ ഉണ്ടാവിൻ്റെ കണ്ടൻറ്റാണ്. ഫസ്റ്റ് ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് ആൻഡ് ബാലൻസ് ചെക്കുകൾ. ഇത്തരത്തിലുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ.
ഏകദേശം 15ഓളം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പഠിച്ചു വയ്ക്കാം. ഓക്കെ. പിന്നെ പർപ്പസ്, എയിംസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേർപ്പസ്. അതായത് ഓഡിറ്റ് വർക്കിംഗ് പേർപ്പസ് അവർ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള എയിം അല്ലെങ്കിൽ പേർപ്പസ് അല്ലെങ്കിൽ അതിനുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദസ് പേർപ്പസ് ആർ നെസസറി ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പേർപ്പസ് എന്താണ്, നെസസറി ആണ്. ഓക്കെ. പിന്നെ പറയുന്നതാണ് ദ വർക്കിംഗ് പേർപ്പസ് become a valuable documentary evidence to defend the auditor. പിന്നെ it serve as link between documents and final report. ഫൈനൽ റിപ്പോർട്ടിനും ഡോക്യുമെൻറ്റ്സിനും ഇടയിൽ ഒരു ലിങ്കാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഓഡിറ്റ് വർക്കിംഗ് പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. ദേ സെർവ് ആസ് എ ഗൈഡ് ടു ദ ഓഡിറ്റർ ഇൻ സബ്സീക്വൻറ്റ് ഓഡിറ്റ്. പിന്നെ ദ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് പേപ്പർ ഈസ് എ മീൻസ് ടു ഗീവ് ട്രെയിനിങ് ടു ദ ഓഡിറ്റ് ക്ലർക്ക്. അതായത് ഒരു വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഓഡിറ്റ് ക്ലർക്കിന് ഒരു ട്രെയിനിങ് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അതാണ് ദ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് പേപ്പർ ഈസ് എ മീൻസ് ടു ഗീവ് ട്രെയിനിങ് ടു ദി ഓഡിറ്റ് ക്ലർക്ക്. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ദ ഓഡിറ്റർ ക്യാൻ കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദി ഓഡിറ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി. അതായത് വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ആ ഒരു സഹായത്തോടെ നമുക്ക് ഓഡിറ്റ് വർക്ക് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ആർക്ക് കഴിയും, ഓഡിറ്റർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. 9 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന, എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 പോയിൻ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്കിത് കൂടുതൽ ഇതിലേതെങ്കിലും വേറെ ഏതെങ്കിലും പോയിൻറ്റ്സ് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ പഠിക്കുക കേട്ടോ. ഓക്കെ. സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പേർപ്പസ് ഓർ ഓഡിറ്റ് ഫയൽസ്. 2 തരത്തിലുള്ള ഓഡിറ്റ് പേർപ്പസ് ആണുള്ളത്. ഒന്ന് പെർമനൻറ്റ് ഫയലും ഒന്ന് ആനുവൽ ഫയലും. പെർമനൻറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് അവർ പിന്തുടർന്നു കൊണ്ടുവരുന്നതാണ്. അതായത് പഴയ എത്ര വർഷമായിട്ട് അവിടെ ഓഡിറ്റിങ് നടന്നിട്ടുണ്ടോ അത്രയും കാര്യത്തിൽ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിരിക്കും എന്ത് പെർമനൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. It is a permanent audit file of the client. It gives brief history of previous audit of the client. The working purposes are useful for conducting the audit year after year. The detailed information regarding memorandum and articles of association, provision regarding issue of debentures, copy of its long-term service agreement, technical details of the firm, etc. Thus, purpose supplement valuable information for current and future audit. Okay, അതാണ് പെർമനൻറ്റ്. പെർമനൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് എത്ര വർഷം അവിടെ ഓഡിറ്റ് നടന്നിട്ടുണ്ടോ അപ്പോൾ അത്രയും വർഷത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെർമനൻറ്റ് ഫയൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ആനുവൽ ഫയൽ അല്ലെങ്കിൽ കറൻറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കറൻറ്റ് ഇയറിലെ കാര്യങ്ങൾ. ഓക്കെ. കറൻറ്റ് ഫയൽ കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് ഇയേഴ്സ് ഓഡിറ്റ് പ്രോഗ്രാം. അതായത് ഈ വർഷം നടക്കുന്ന ഓഡിറ്റ് പ്രോഗ്രാമിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുള്ള ഫയലായിരിക്കും കറൻറ്റ് ഫയൽ എന്ന് പറയുന്നത്. Okay, it files only current year information received during the course of audit. The information include the trial balance, schedule of debtors and creditors, correspondence with the banks regarding balance in the bank account, schedule of investment, stock sheet with the method of valuation, list of missing vouchers, capital balance, etc. The annual file limit to current year's audit program carried out by the auditor. Okay. നിങ്ങൾക്ക് അണ്ടർലൈൻ ഇട്ടതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ഈ വായിക്കുന്ന മുഴുവനായിട്ടൊന്നും എഴുതണ്ട, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് മനസ്സിലായില്ലേ, അത് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആ ഒരു ജസ്റ്റ് ഒരു പ്രോസസ്സാണ്. അതെന്താണെന്നാണ് പറയുന്നത്. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എമംഗ് ഓഡിറ്റ് സ്റ്റാഫ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ. അതായത് ഓഡിറ്ററുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടിയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് വർക്ക് ഓഡിറ്റ് സ്റ്റാഫിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദ സക്സസ് ഓഫ് ഓഡിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കെയർഫുൾ അസൈൻമെൻറ്റ് ഓഫ് വർക്ക് എമംഗ് ഹിസ് സ്റ്റാഫ്. ആൻ ഓഡിറ്റ് ടീം കൺസിസ്റ്റൻ്റ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. The auditor assigns the work of audit among senior and junior staff for distributing the work. Experience, efficiency and ക്വാളിഫിക്കേഷൻ ആർ ടു ബി കൺസിഡേർഡ്. അതായത് ഓഡിറ്റ് വർക്കുകൾ ഒരുപാട് വർക്കുകൾ ഉണ്ടാവില്ല, ഈ വർക്കുകൾ മെയിൻ ഓഡിറ്റർ അവരുടെ ഓഡിറ്റ് സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കും. അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും അവരുടെ സ്കില്ലിനനുസരിച്ചിട്ടും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടും
അതുപോലെ തന്നെ ജൂനിയർ ആണോ സീനിയർ ആണോ നോക്കിയിട്ടൊക്കെ. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഒരു ഓഡിറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓഡിറ്റ് പ്രോഗ്രാമാണ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി ഒരു ചാപ്റ്ററിൽ പറയാനുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.